ഹലോ ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. എല്ലാവരുടെയും പഠനങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫൈനൽ ടച്ചിന്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ലൈവിൽ എത്തുന്നുണ്ട്. ഫൈനൽ ടച്ച് വീഡിയോയുമായിട്ട് ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഓടിച്ച് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലൻ. ബോബ് ഡിലൻ എന്ന് പറയുന്ന ആ ഒരു അമേരിക്കൻ സിംഗറുടെ ഒരു സോങ് ബ്ലോയിങ് ദ വിൻഡ് എന്ന് പറയുന്ന സോങ്ങിൽ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഓടിച്ചു നോക്കാം. Blowing the Wind by Bob Dylan is an iconic folk song that poses rhetorical questions about peace, freedom and social justice. സമാധാനം, സ്വാതന്ത്ര്യം, അതുപോലെ സാമൂഹിക നീതി, ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്താണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്? ഉത്തരങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് എന്തെന്ന് പറയാ, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാ. ആ ഒരു ഉത്തരങ്ങൾക്ക് അത്രമാത്രം എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ബോബ് ഡിലൻ എന്ന് പറയുന്ന അമേരിക്കൻ സിംഗറുടെ ഒരു iconic folk song ആണ് ഇത്, Blowing in the Wind, and the song is considered as the anthem of the American Civil Rights Movement. അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ ആന്തം ആയിട്ട് കരുതുന്ന ഒരു സോങ് കൂടിയാണ് ഇത്, Blowing in the Wind എന്നും കൂടി മനസ്സിലാക്കി വെക്കാം. The lyrics inquire about the futility of war, discrimination and inequality, wondering how many times these issues must occur before they can be addressed. ഈ പറയുന്ന വാറും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളും അതേപോലെ ഇനീക്വാളിറ്റി, അസമത്വവും ഒക്കെ ഒഴിവാക്കണമെങ്കിൽ എത്രമാത്രം ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം, ചോദ്യങ്ങൾ ഉന്നയിക്കണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. Through its simple yet powerful verses, the song prompts listeners to contemplate the elusive answers to these profound and timeless questions, highlighting the need for societal introspection and change. സമൂഹത്തിൽ ഇതിനെയെല്ലാം തുടച്ചു നീക്കേണ്ടതിന്റെ അത്യാവശ്യതയെക്കുറിച്ച് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെ ആര് ചോദിക്കുകയാണ്? ബോബ് ഡിലൻ ചോദിക്കുകയാണ്. Dylan's song became an anthem for the civil rights movement and remains a poignant call for a better world. ഒരു നല്ല ലോകം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടൊരു സോങ് ആയിട്ടാണ് ഏതിനെ കാണുന്നത്? ബോബ് ഡിലന്റെ ബ്ലോയിങ് ദ വിൻഡിനെ എല്ലാവരും കാണുന്നത്. ഇനി അത് പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈസ് എ സോങ് റിട്ടൺ ബൈ ബോബ് ഡിലൻ. അപ്രിസിയേഷനിലേക്ക് വേണ്ട പോയിന്റ്സ് ആണ്. ബോബ് ഡിലൻ ഈസ് എ ഫേമസ് അമേരിക്കൻ സോങ് റൈറ്റർ ആൻഡ് സിംഗർ. ഒരു ഫേമസ് സോങ് റൈറ്ററും സിംഗറും കൂടിയാണ് ബോബ് ഡിലൻ. ദ പോയം ഈസ് എ പ്രൊട്ടസ്റ്റ് സോങ്. തങ്ങളുടെ പ്രൊട്ടസ്റ്റിനെ, തങ്ങളുടെ എതിർപ്പിനെ അറിയിക്കുന്ന ഒരു സോങ് ആയിട്ടാണ് ഏതിനെ കാണുന്നത്? ബ്ലോയിങ് ദ വിൻഡിനെ കാണുന്നത്. ഇറ്റ് റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വാർ, പീസ് ആൻഡ് ഫ്രീഡം. യുദ്ധം, സമാധാനം, അതുപോലെ സ്വാതന്ത്ര്യം, ഈ മൂന്ന് വിഷയങ്ങൾക്കെതിരെ എന്ത് ചെയ്യാണ്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കാണാം. ഇറ്റ് ഈസ് എ സിംബോളിക് സോങ് ഓഫ് ഫൈറ്റിംഗ് ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി. ഇതൊരു സിംബോളിക് ആയിട്ടുള്ള സോങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിംബോളിക് സോങ് ഫൈറ്റ് ചെയ്യുന്നത്? അവകാശങ്ങൾക്കും അതുപോലെ തന്നെ സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ഒരു സോങ്ങിലൂടെ കാണുന്നത്. The poet asks 9 questions to which no answers are given. 9 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. All the answers are known to all. ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് they are blowing in the wind and the people must open their eyes and ears to catch the answers. ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാത്തിന്റെയും ഉത്തരം നന്നായിട്ട് അറിയാം. അവരുടെ ചെവിയും അവരുടെ കണ്ണും ഒന്ന് തുറന്നു പിടിക്കുക മാത്രമേ വേണ്ടൂ. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ആ 9 ചോദ്യങ്ങളും എന്ത് ചോദ്യത്തിനുള്ള എക്സാമ്പിൾ ആണ്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിനുള്ള എക്സാമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് സിംബൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഡോവ് ഈസ് ദി സിംബൽ ഓഫ് പീസ്. സമാധാനത്തിന്റെ സിംബൽ ആയിട്ടാണ് ഡോവിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ റോഡ് സ്റ്റാൻഡ്സ് ഫോർ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. റോഡ് എന്ന് പറയുന്നത് ലൈഫിലെ അനുഭവങ്ങളെ കാണിക്കുന്നു. കാനൺ ബോൾസ് ആർ ദി സിംബലൈസ് ഓഫ് വാർ. എന്തിന്റെ സിംബൽ ആയിട്ടാണ് കാനൺ ബാൾ ഉപയോഗിച്ചിരിക്കുന്നത്? വാർ, യുദ്ധത്തിന്റെ പ്രതീകമായിട്ടാണ് കാനൺ ബാളിനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കി വെക്കാം. അതേപോലെ ഒന്നും കൂടി അവിടെ പറഞ്ഞു പോകേണ്ടത് സ്കൈ ആണ്. ആ ഒരു മൂന്നാമത്തെ സ്റ്റാൻസ എന്ന് പറയാൻ പാടില്ല, ഒരു ഫ്രീ വേഴ്സ് ആയിട്ടുള്ള ഒരു സോങ് ആണെങ്കിൽ പോലും സ്കൈ എന്ന് പറയുന്നത് ഫ്രീഡത്തിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഫ്രീഡം, കംപ്ലീറ്റ് ഫ്രീഡത്തിനെയാണ് സ്കൈ കാണിക്കുന്നത്. അഥവാ SSLC എക്സാമിന് സ്കൈ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയരുത്. ഡോവ് പീസ്, റോഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്, അതുപോലെ കാനൺ ബോൾ വാർ ആണ്, സ്കൈ ഫ്രീഡം ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു സോങ്ങിന്റെ തീം എന്ന് പറയുന്നത് എ പ്രൊട്ടസ്റ്റ് സോങ് വിച്ച് പോസസ് എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം. നേരത്തെ പറഞ്ഞു. റൈമിംഗ് വേർഡ്സ് ഏതാനും ചിലതൊക്കെ കാണാൻ സാധിക്കും. ഡൗൺ മാൻ, സീ ഫ്രീ, സ്കൈ, ക്രൈ തുടങ്ങിയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് കാണാൻ സാധിക്കും. അതുപോലെ അലിട്രേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ. ഇവിടെ ഹൗ മെനി മ സൗണ്ട്, മസ്റ്റ് മ സൗണ്ട്, മാൻ മ സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അലിട്രേഷൻ ആണ്.
ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ എന്ന് പറയുന്ന വരിയിൽ സീസ് സൗണ്ട് സെയിൽസ് സൗണ്ട് കാണാൻ സാധിക്കും. അങ്ങനെ അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണെന്ന് പറയാം. റെഫ്രെയിൻ, എന്താണ് റെഫ്രെയിൻ? റിപ്പിറ്റേഷൻ ഓഫ് എ ലൈൻ ആണ്. ഏതെങ്കിലും ഒരു വരി ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതിനെയാണ് റെഫ്രെയിൻ എന്ന് പറയാ. അത്തരമുള്ള റെഫ്രെയിനുള്ള എക്സാമ്പിൾ ആണ് ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് റെഫ്രെയിനുള്ള എക്സാമ്പിൾ ആണ്. വിഷ്വൽ ഇമേജറി ആയിട്ട് മാന്, ഡോവ്, കാനൺ ആൻഡ് മൗണ്ടൈൻ ഉപയോഗിച്ചതായിട്ട് കാണാം. അത്രയേ ഉള്ളൂ പോയറ്റിക് ഡിവൈസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോ ബ്ലോയിങ് ദ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു സോങ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന പോയിന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും മക്കളെ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ ലൈവില് വീണ്ടും കാണണം. എല്ലാവരും ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.